CVP ശ്രീധരനാഥൻ, ഇവിടെ നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ സർവ്വരാജ്യ ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് വാ, എല്ലാവർക്കും ഇവിടെ ജോലിയുണ്ട് എന്നൊരു വെറും വാക്ക് പറഞ്ഞ് അധികാരത്തിൻ്റെ 10ാം വർഷം ജോലിയില്ലാ പടയുടെ എണ്ണം റെക്കോർഡ് നിരക്കിൽ വാണം വിട്ട പോലെ മേൽപോട്ടേക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗതികേടിൻ്റെ ചതിക്കുഴികളിൽ വല്ല രാജ്യങ്ങൾക്ക് വേണ്ടി പോയി ചാവേറായി മരിച്ചു വേണ്ട അവസ്ഥയിൽ വരെ യുവാക്കൾ എത്തിയെങ്കിലും പാലം തേനും ഒഴുക്കി എന്നാണല്ലോ അവകാശവാദം. അത് പറഞ്ഞാൽ ജനം എന്താണ് ഈ അമൃതകാലവും വിശ്വഗുരുവും ഒക്കെ പറഞ്ഞാൽ ജനം വിശ്വസിച്ച് വോട്ട് തരില്ല എന്ന പേടികൊണ്ടാണോ പ്രഖ്യാപനത്തലെന്ന ഡിവിസി പൊളിറ്റിക്സ് കളി? CVP ശ്രീധരനാഥൻ. അല്ല, അതിനുത്തരം പറയുന്നതിന് മുന്നേ 2022 നവംബർ 24 ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വായിക്കാം. കേരള ഓപ്പൺസ് ഡിറ്റൻഷൻ സെന്റർ ഫോർ ഫോറിനേഴ്സ് കോട്ട് ഇൻ ലീഗൽ ടാങ്കിൾസ്. The Kerala government opened the first transit home detention center in the state to provide accommodation to foreigners who have entered the country illegally. Convicted foreigners waiting for deportation, those whose visas might have expired at Kottayam in Kollam on November 21. അതായത് ഇപ്പോൾ ഒരു തടങ്കൽ പാളയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭംഗി വാക്ക് ബ്രിട്ടാസ്. ഇത് ഈ കേരളത്തിൽ തുടങ്ങിയ വിദ്വാൻമാരാണ് ഈ ഇടതുപക്ഷക്കാർ. കേന്ദ്ര സർക്കാരെ കാശ് കൊടുത്തിരുന്നു, അത് രണ്ട് കൈ കൊണ്ട് എണ്ണി വാങ്ങിയിട്ട് തുടങ്ങിയതാ. ഇന്ത്യയിൽ കേരളത്തിലുണ്ട് ഡിറ്റൻഷൻ സെൻറ്റർ, കർണാടകയിലുണ്ട് ഡിറ്റൻഷൻ സെൻറ്റർ, മംഗലാപുരം ജില്ലയിലുണ്ട് ഡിറ്റൻഷൻ സെൻറ്റർ, ഞാൻ വന്നാൽ കാണിച്ചു തരാം. കേരളത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം പൈസ കൊടുത്തിട്ടുണ്ട്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച വിദേശികളെ പിടിച്ച് തടങ്കൽ പാളയം പോലെയുള്ള ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർപ്പിക്കാനും അവരെ ഘട്ടം ഘട്ടമായി ഡീപ്പോർട്ട് ചെയ്യാനും. അതൊക്കെ ഇവിടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. ഇത് കൊച്ചു കേരളത്തിലും നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ ഗവൺമെൻറ് രണ്ട് കൈ കൊണ്ട് പൈസ കൈ നീട്ടി വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ CIA നിയമം, CIA നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. അത് രാഷ്ട്രപതി ഒപ്പിട്ടതാണ്. അത് സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു. വലിയ വലിയ വക്കീലന്മാർ പോയി ഹാജരായി, തലങ്ങും വിലങ്ങും വാദിച്ചു. ഇതുവരെ സ്റ്റേ കിട്ടിയില്ലല്ലോ. ഇത്രയേറെ കുറ്റങ്ങളുള്ള, ഇത്രയേറെ കുറവുകളുള്ള, മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്ന ഈ മഹാവിപത്തിന് സുപ്രീം കോടതി എന്തേ സ്റ്റേ കൊടുത്തില്ല? എത്ര ലക്ഷം ഉറുപ്പ്യ കപിൽ സിബളും അഭിഷേക് സിംഗ്വിയും പോലുള്ള വക്കീലന്മാർ വാങ്ങി വാദിച്ചത്, എന്നിട്ട് സ്റ്റേ കിട്ടിയില്ല. സ്റ്റേ കിട്ടിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ട പ്രശ്നമാണ്, അത് ശരിയില്ല. ബ്രിട്ടാസ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേ കിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കലാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്രം കൊടുത്ത അഫിഡവിറ്റ് എന്താണെന്ന് കേന്ദ്രം കൊടുത്ത അഫിഡവിറ്റ് ഇതിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടില്ല, അതുകൊണ്ട് സ്റ്റേ എന്ന ആവശ്യം നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റേ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്ന സാഹചര്യമാണ് അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്തത്. You are not fair. You are not fair. ഞാൻ പറഞ്ഞതാണ്, താങ്കൾക്ക് അറിയാത്ത കാര്യം പറഞ്ഞതാണ്. താങ്കൾ മിണ്ടാതിരുന്നാണ്. താങ്കൾ മറച്ചു വെക്കുന്ന കാര്യം പറഞ്ഞതാണ് താങ്കളോട്. യു ഷുഡ് ബി ഫെയർ. മര്യാദ പാലിക്കണം. നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റ്, എന്ത് കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റ്? കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞതിനെ ഖണ്ഡിക്കാനാണ് വക്കീലുമാർക്ക് പള്ളർച്ച് ഫീസ് കൊടുക്കുന്നത്. ലക്ഷവും കോടിയും വാങ്ങി ഇണീറ്റിക്കുന്ന എന്തിനാ? നിങ്ങളൊരു തമാശ അറിയോ ഹാഷ്മി? ഈ ലക്ഷക്കണക്കിന് ഫീസ് വാങ്ങി ഈ കേസിൽ ഹാജരായ കപിൽ സിബൾ രാജ്യസഭയിൽ, അന്ന് കോൺഗ്രസിന്റെ രാജ്യസഭ അംഗ, മൂപ്പർക്ക് രാജ്യസഭ ടിക്കറ്റ് പുതുക്കി കൊടുക്കാത്തപ്പോൾ മൂപ്പര് രാജിവെച്ച് SP പോയി. ആ കപിൽ സിബൾ രാജ്യസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഒരു അഭിഭാഷകനായ താങ്കളെ അഫിഡവിറ്റ് സാങ്കേതികം എന്താണെന്നൊക്കെ പറഞ്ഞു തരേണ്ടത് ഗതികേടാണ്. പക്ഷെ അത് അഫിഡവിറ്റ് സാങ്കേതികം പറഞ്ഞതാണ് സാർ. ആ സാങ്കേതികത്വം സുപ്രീം കോടതി മുഖവിലേക്ക് എടുക്കായിരുന്നു സാർ. ചട്ടം നിലവിൽ വന്നു സാർ. സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോകുന്നു സാർ. ആ നിയമത്തിന് സ്റ്റേ ആണ് സാർ ആവശ്യപ്പെടുന്നത്. ഇനിയാണ് സാർ അത് കോടതിയുടെ മുന്നിലേക്ക് മെറിറ്റിലേക്ക് വരിക. ഒരു അഭിഭാഷകനായ താങ്കളെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥ ഗതികേടാണെങ്കിൽ പറയുകയാണ്. ശരിയല്ല. കപിൽ സിബൾ സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഹാജരായി CIA വലിയ വിപത്താന്ന് വാദിച്ച കപിൽ സിബൾ രാജ്യസഭയിൽ പറഞ്ഞതാ, I don't have an opinion that this law is concerned with Indian Muslims. Indian Muslims have nothing to do with this law. This law has nothing to do with Indian Muslims. ഞാനല്ല പറഞ്ഞത്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങി ഈ കേസ് ഹാജരായ കപിൽ സിബളാ പറഞ്ഞത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ നിയമമായിട്ട് ഒരു ബന്ധമില്ല. എന്നിട്ട് രാജ്യത്ത് മുഴുവൻ നുണ പറഞ്ഞ് ഡൽഹിയിൽ കലാപുണ്ടാക്കി, നിരവധി ആൾക്കാർ മരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. എന്തൊക്കെയാ പറഞ്ഞത്? പിന്നെ NRC ബ്രിട്ടാസ് NRC കൊണ്ടുവന്നത് സുപ്രീം കോടതിയാ. അതിനു മുമ്പ് കൊണ്ടുവന്നത് ലിജുവിന്റെ നേതാവ് രാജീവ് ഗാന്ധിയും പ്രഫുല്ല കുമാർ മെഹന്ത
ബിജു കുമാർ ഫുക്കൻ AGP നേതാക്കന്മാരും രാജീവ് ഗാന്ധിയും കൂടി ഒപ്പിട്ട ആസാം അക്കോർഡ് 1984 എടുത്ത് വായിച്ചു നോക്ക്. അതിലാണ് NRC വന്നത്. ആ NRC നടപ്പിലാക്കാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് ആസാമിൽ NRC കൊണ്ടുവന്നത്. ഇനി ഒന്നും കൂടി പറയാം, നിങ്ങൾ നാളെ പറയാൻ പോകുന്ന ഒരു പോയിന്റ്. NPR ചിദംബരം കൊണ്ടുവന്ന 2011 ആദ്യത്തെ NPR കാർഡ് കൊടുത്തത് ആർക്കറിയോ? അന്നത്തെ രാഷ്ട്രപതി എന്താണ് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വനിത, അവർക്കാണ് പ്രതിഭ പട്ടേൽ, അവർക്കാണ് ആദ്യത്തെ NPRന്റെ സീറ്റ് കൊടുത്തത്. ഫോട്ടോ വേണേൽ ഞാൻ കാണിച്ചു തരാം. കോൺഗ്രസ് NPR കൊണ്ടുവന്നു. ആസാം അക്കോർഡിൽ കോൺഗ്രസും AGPയും കൂടി NRCക്ക് പ്രൊവിഷൻ വെച്ചു. സുപ്രീം കോടതി നടപ്പിലാക്കാൻ പറഞ്ഞു. അതൊന്നും ഞങ്ങളോട് പറയണ്ട കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന് CI. അത് തൻ്റെ അടുത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൊണ്ടുവന്ന് CI മാത്രമാണ്. 4 വർഷം ഫ്രീസറി വെച്ചു. തൻ്റെ ഇടം പറയല്ലേ തന്റെ ഇടമൊന്നും പറയല്ലേ. 2019 രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മാത്രം മുൻപ് വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് തന്റെ ഇടമെന്നല്ല പറയേണ്ടത്. 10 വോട്ട് കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കാനാണെന്നാണ് പറയേണ്ടത്. നിങ്ങൾ സ്റ്റേജ് ചാനലിൽ ഇരുന്നിട്ട് കോടതിയിൽ അത് പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രം തന്റെ ഇടമില്ലാതെ അഫിഡവിറ്റ് കൊടുത്ത വിഷയം ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രം തന്റെ ഇടമില്ലാതെ അഫിഡവിറ്റ് കൊടുത്തൊരു വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ കൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് തന്റെ ഇടം നല്ല വിളിക്കേണ്ടത് ദുഷ്ടലാക്കുന്നതാണ്. പൊടിയും തട്ടി പോവാനല്ലോ കൗണ്ടർ അഫിഡവിറ്റ് ഞങ്ങൾ ഫയൽ ചെയ്ത അത് വായിച്ച് കേട്ട് മിണ്ടാതെ പോവാ ഞങ്ങളെ പണി. വാദിക്കണം. കേന്ദ്ര സർക്കാർ കാര്യം വാദിക്കുന്ന നിൽക്കട്ടെ. തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്രം പറഞ്ഞുകൊണ്ടാണ്. തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്രം തന്റെ ഇടമില്ലാതെ അഫിഡവിറ്റ് കൊടുത്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ഒന്ന് പ്രഖ്യാപിക്കുന്നതിനെ വിളിക്കേണ്ടത് വോട്ട് തേടാൻ ശ്രീനാഥൻ. എന്നിട്ട് താങ്കൾ പറയുന്നത് കേട്ടിട്ട് ഈ പറയുന്ന പോലെ മൂട്ടിലെ പൊടിയും തൊട്ടി എല്ലാവരും പോകുന്നതാണോ? ഇന്ത്യയിലെ CIA നിയമം വന്നതിന് ശേഷം നടന്ന ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും ഒഴികെ ഡൽഹിയിൽ ഒഴികെ ഞങ്ങളാ ജയിച്ചത്. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളാ ജയിച്ചത്. എന്താപ്പോ CIA നിയമം വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ ജയിച്ചത്? അതൊന്നും പറയണ്ട. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ CIA ഒന്നും വേണ്ട, ഞങ്ങൾ അല്ലെങ്കിലേ ജയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ അഭിപ്രായ വോട്ടെടുപ്പുകൾ ഇന്നലെ വൈകുന്നേരത്തിന് മുമ്പ് ഇറങ്ങിയ എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകൾക്കും ഞങ്ങൾക്ക് വൻ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് പൊളിറ്റിക്സ് ഇറക്കുന്നത്? അതാണ് ചോദ്യം. പൊട്ടഞ്ഞാങ്ങയിലേക്ക്